ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനുണ്ട് എല്ലാവരും അതിഗംഭീരമായിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 2-3 മാസം പഠിച്ചു കഴിഞ്ഞു. ഇനി ഏകദേശം പറയുമ്പോൾ 7 മാസത്തോളമാണ് പഠിക്കാൻ വേണ്ടി ബാക്കിയുള്ളത്. 7 months കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കണം. ജസ്റ്റ് 7 months. 7 months കൊണ്ട് പഠിക്കാനുള്ള സിലബസ് ആണോ നിങ്ങൾക്ക് ഈ പറയുന്ന 10th ക്ലാസ്സിലുള്ളത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം മാത്സിനകത്ത് 14 പാഠങ്ങൾ, സയൻസിനകത്ത് 13 പാഠങ്ങൾ, അങ്ങനെ SS-നകത്ത് 20 പാഠങ്ങൾ, ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയുണ്ട്. ഈ കാണുന്ന ചാപ്റ്റേഴ്സ് അല്ല നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് വളരെ സുഖമായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന 95% മേലെ മാർക്ക് നേടുക എന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെ പഠിക്കണം, ഹൗ, അതാണ് ഈ കാണുന്ന വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ മക്കളും ഈ കാണുന്ന വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഫുള്ള് കാണുക, മനസ്സിലാക്കുക, എങ്ങനെ പഠിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയും. ഫുൾ സ്ട്രാറ്റജിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഒരാൾ പോലും ഈ വീഡിയോ മിസ്സാക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ 95% പറയുമ്പോൾ എത്ര മാർക്കാണ് ആവശ്യം കിട്ടാനായിട്ട്? നിങ്ങൾക്കറിയാമായിരിക്കും, സയൻസ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ്, ഇതാണ് നമുക്ക് കമ്പൽസറി ആയിട്ടുള്ള 5 സബ്ജക്ട്സ്. ഇതിനകത്ത് ഓരോന്നിലും 100 വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ എക്സാം വിൽ ബി ഓഫ് 500. ചിലർക്ക് ഇനി IP ഉണ്ടാവും, അത് മാറ്റി നിർത്താം. എന്തായാലും മെയിൻ എക്സാം വിൽ ബി ഓഫ് 500. ഇതിനകത്ത് നിങ്ങൾക്ക് 475 മാർക്ക് നേടിക്കഴിഞ്ഞാൽ യു ക്യാൻ സ്കോർ 95%. സോ 95ന്റെ മേലെ പോകുക എന്ന് പറഞ്ഞാൽ 475 പ്ലസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സ്കോർ നിൽക്കേണ്ടത് 475 പ്ലസ് 475 പ്ലസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. നോ ഡൗട്ട് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ആലോചിക്കുക, 25 മാർക്ക് പൊക്കോട്ടെ, പക്ഷേ 25 മാർക്ക് പൊക്കോട്ടെ, കുഴപ്പമില്ല, ബാക്കിയുള്ളത് പിടിച്ചാൽ മതി നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി. പഠനം മുന്നോട്ട് പോകുന്നു. ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ ഒരു വിഷയം പഠിക്കുമ്പോൾ ഞാൻ മറന്നു പോകുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ തകർത്തോടിച്ചു, ഞാനത് 4th ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മറന്നു. എന്ത് ചെയ്യും? ഓക്കെ, ഞാനിനി എന്താണ്, ഇനി ഒരുപാട് പാഠം പഠിക്കാൻ വേണ്ടിയുണ്ട്. ഈ കാണുന്ന ഓരോരോ പാഠം പഠിക്കുമ്പോൾ പണ്ടത്തെ പാഠങ്ങൾ ഞാൻ മറന്നു പോകുന്നു. അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കിനി എങ്ങനെ ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടാവും. മക്കളെ, ഈ കാണുന്ന വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ആദ്യമായിട്ട് പറയുന്നു, നമ്മൾക്ക് 2 ways ഉണ്ട്, 2 വഴിയുണ്ട്. ഒന്ന്, നിങ്ങൾ പണിയെടുക്കണം. കഷ്ടയ്ക്ക് പറയാണ്, നിങ്ങൾ പണി എടുത്തിരിക്കണം. തിങ്സ് ടു ഡു. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഹാർഡ് വർക്ക് മാത്രം മതിയോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാർഡ് വർക്ക് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. നെവർ എവർ. ഹാർഡ് വർക്ക് മാത്രം പോരാ. ആൻഡ് വൺ മോർ തിങ്, ഇറ്റ്സ് നത്തിങ് ബട്ട് സ്മാർട്ട് വർക്ക് ഓൾസോ. ഹാർഡ് വർക്ക് വേണം, ഒബ്വിയസ്ലി. ഫസ്റ്റ് തിങ് ഹാർഡ് വർക്ക് തന്നെയാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് യു ഷുഡ് ഓൾസോ ഡു സം സ്മാർട്ട് വർക്ക് ടു. അതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഹാർഡ് വർക്കിൽ നമ്മൾ അറിയേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മുടെ ഫുൾ പ്ലാൻ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഹാർഡ് വർക്ക് മീൻസ് അതാണ് നമ്മുടെ പ്ലാൻ. കേൾക്കുക എല്ലാവരും, ഈ കാണുന്ന ഫുൾ പോയിന്റ്സ് ശ്രദ്ധിക്കണം. ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് തിങ് എല്ലാവരും ചെയ്യേണ്ട കാര്യം നടന്നുമല്ല, ഡെയിലി ക്ലാസ് കാണണം, ഡെയിലി പഠിക്കണം. നിങ്ങൾ ക്ലാസ് കണ്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അത് സ്കൂളിൽ നിന്നാവട്ടെ, സൈലത്തിന്റെ അസ്ത്ര ബാച്ച് എന്നാണ് ഓരോ ചാപ്റ്ററും ഒരുപാട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ് കാണുക. അത് സ്കൂളിൽ പോകാം. 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും എല്ലാ കോണ്ടന്റും നമ്മൾ എന്താണ് സൈലത്തിന്റെ അസ്ത്ര ബാച്ചിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന ക്ലാസ് കാണുന്ന വളരെ സുഖമായിട്ട് ഓരോ ടോപ്പിക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ക്ലാസ് കാണണം. അതാണ് ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഡു. അല്ലാതെ വെറുതെ പുസ്തകം എടുത്തു മറച്ചു നോക്കി അയ്യോ മനസ്സിലാവുന്നില്ല, അങ്ങനെ പറയരുത്. ഇനി ചിലപ്പോൾ മനസ്സിലാവും, ഓക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു, അത് മാത്രം പോരാ. ചോദ്യം എന്തുകൊണ്ട്? ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചു, ഞാൻ ഒറ്റയ്ക്ക് ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു, അത് പോരെന്ന് ചോദിക്കും. നെവർ അവർ. അത് മാത്രം പോരാ. ക്ലാസ് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് എന്താണ് മൈൻഡിലേക്ക് ഒരുപാട് എക്സ്ട്രാ കോൺസെപ്റ്റുകൾ കയറി വരുന്നതായിരിക്കും. കാരണം അധ്യാപകൻ ക്ലാസ്സിൽ പറയുമ്പോൾ ഒരിക്കലും എന്താണ് ഒരു ചെറിയ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയില്ല. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്ലാസ് എടുക്കും. ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് x equal to minus b plus or minus root b square minus 4ac whole divided by 2a പഠിക്കാൻ വേണ്ടിയുണ്ട്. ഇതാണ് ഒരു ഇക്വേഷൻ പഠിക്കാനുള്ളത്. നമ്മളുടെ നേച്ചർ ഓഫ് റൂട്ട്സ് പഠിച്ചു. റൂട്ട്സ് ക്യാൻ ബി റിയൽ ആൻഡ് അൺഈക്വൽ, റൂട്ട്സ് ക്യാൻ ബി റിയൽ ആൻഡ് ഈക്വൽ, റൂട്ട്സ് ക്യാൻ ബി നോട്ട് റിയൽ.
നോട്ട് റിയൽ റൂട്ട്സ് വിച്ച് മീൻസ് ഇമാജിൻ റൂട്ട്സ്. ഇങ്ങനെ 3 കേസ് പഠിച്ചു. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഈ കാണുന്ന 3 കേസിന് പുറമെ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. ഈ കാണുന്ന റൂട്ട് റാഷണൽ ആണോ, ഈ കാണുന്ന റൂട്ട് ഇറാഷണൽ ആണോ, അത് ബുക്കിനകത്ത് എവിടെയും പറയുന്നില്ല. എവിടെയും പറയാത്ത കാര്യമാണ്. നമ്മളുടെ റൂട്ട് എന്ന് പറയുന്നത് എപ്പോഴാണ് റാഷണൽ ആവുക, എപ്പോഴാണ് ഇറാഷണൽ ആവുക. സൈലത്തിന്റെ ഗൈഡ് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ഒരു ചോദ്യമുണ്ട്. ഈ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോൾ റൂട്ട് നമുക്ക് റാഷണൽ ആകും, എപ്പോൾ റൂട്ട് നമുക്ക് ഇറാഷണൽ ആകും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. b² - 4ac ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ then it will be rational, and b² - 4ac ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ it will be irrational. First of all, b² - 4ac will be greater than or equal to 0. അതും കൂടി മൈൻഡ് വേണം കേട്ടോ. ഓക്കെ, ആ കാണുന്ന കേസിൽ മാത്രമാണ് നമുക്ക് എന്ത് ഈ ഒരു കോൺസെപ്റ്റ് എത്താൻ സാധിക്കുക. അപ്പോൾ എനിവേ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങൾ പഠിക്കാൻ വേണ്ടിയുണ്ട്. ഇത് ബുക്കിനകത്ത് ഉണ്ടാവുകയില്ല. നമ്മൾ എന്താണ് അത് എക്സ്ട്രാ ക്ലാസ്സിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് NCERT ബുക്ക് മാത്രം മതിയോ? പോരാ. നമ്മൾ എന്താണ് കുറച്ചും കൂടി ആഴത്തിൽ ക്ലാസ്സുകൾ കേട്ട് തന്നെ ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഒരാൾ ഒരു മടിയും കാണിക്കരുത്. എല്ലാ മക്കളും നിർബന്ധമായിട്ടും ക്ലാസ് കേട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, സെൽഫ് നോട്ട്. എന്തിനാണ് സെൽഫ് നോട്ട്? ചോദ്യമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നെ. അവിടെയാണ് ഇതിന്റെ ഒരു കീ ഇമ്പോർട്ടൻസ്. റിവിഷൻ. സെൽഫ് നോട്ടിനൊക്കെ ഇത് പറഞ്ഞല്ല, റിവിഷന് വേണ്ടി തന്നെയാണ്. ഞാൻ ഓപ്പൺലി പറയും, നിങ്ങൾക്ക് ക്വിക്ക് ടൈമിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി നോട്ട്സ് ഉണ്ടാക്കിയിരിക്കണം. ഇപ്പോൾ സെൽഫ് നോട്ട്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിനകത്ത് ഇൻസ്റ്റാലേൺ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇൻസ്റ്റാലേൺ ഇറ്റ്സ് ഫോർ ക്വിക്ക് റിവിഷൻ. അപ്പോൾ സെൽഫ് നോട്ട് ഉണ്ടാക്കുന്നത് എന്തിനുള്ള ക്വിക്ക് റിവിഷൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 4ാമത്തെ പാഠമായി ഫസ്റ്റ് ചാപ്റ്റർ മറന്നുപോയി. എന്തുകൊണ്ടാ? നമ്മൾ റിവൈസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് മറക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റിവിഷൻ സ്പീഡാക്കണം. റിവിഷൻ സ്പീഡാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട സംഭവമാണെന്ത് ഗൈസ്? സെൽഫ് നോട്ട് ഉണ്ടാക്കുക. അതല്ലെങ്കിൽ സൈലത്തിന്റെ ഇൻസ്റ്റാലേൺ ഉപയോഗിക്കാം. അതാകുമ്പോൾ നമ്മൾ എന്താണ്, എക്സാം വരുന്നു, ടക്ക് മറച്ചു നോക്കുന്നു, എല്ലാ കോൺസെപ്റ്റ് പഠിക്കുന്നു, എല്ലാ പ്രോബ്ലം ചെയ്യുന്നു, എക്സാമിന് പോകുന്നു, മൈൻഡിൽ ഫുള്ള് ഫിക്സ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് സെൽഫ് നോട്ടിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാലിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. മുന്നോട്ട് പോകുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഹോൾ അക്കാദമിക് ഇയർ കഴിയും ഏകദേശം ഒരു ജനുവരി മാസമോ, ഇൻ ദ മന്ത് ഓഫ് ജനുവരി എന്ത് ചെയ്യും? PYQ എടുക്കും, ചെയ്യാൻ തുടങ്ങും. ഒയ്യോ കിട്ടുന്നില്ലോ എനിക്ക് എന്ന് ചിന്തിച്ച് വളരെ പേടിച്ചിരിക്കും ആ നിമിഷം. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഒരു പാഠം പഠിക്കുമ്പോൾ ആ കാണുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ചാപ്റ്റർ പഠിച്ചു തീരുന്നപ്പോഴാണ് നിങ്ങൾ അതിന്റെ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ മാത്രമാണ്. NCERTയിലെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ കാണുന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്ന് ആരോടും പറയരുത്. കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറെ പഠിക്കാൻ വേണ്ടിയുണ്ട്. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ കാണുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്തിരിക്കണം ആഫ്റ്റർ എവറി ചാപ്റ്റർ. ഓക്കെ, ഒരു പാഠം കഴിയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മാത്സിനകത്ത് റിയൽ നമ്പേഴ്സ് പഠിച്ചു. റിയൽ നമ്പേഴ്സ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞു. സെക്കൻഡ് തിങ് നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞു. തേർഡ് തിങ് ആ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. കാരണം NCERT ബുക്കിൽ ചോദിക്കുന്നത് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇവിടെ ചോദിക്കുന്നതാണ് അതുമായിട്ട് ചെറിയ ബന്ധമുള്ള ഒരു നല്ല വലിയ ചോദ്യമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ PYQ ആൻസർ ശീലിക്കണം. എക്സാമിന്റെ ഡിഫിക്കൽട്ടി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ PYQ ആൻസർ ചെയ്ത് ശീലിക്കണം. PYQ ആൻസർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ക്ലാസ് CBSE ബോർഡ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും നമുക്ക് എന്താണ് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി മനസ്സിലാവുകയില്ല. അതുകൊണ്ട് PYQന്റെ ഇമ്പോർട്ടൻസ് ഇറ്റ്സ് വെരി ഹൈ എന്നെല്ലാവരും മനസ്സിലാക്കി വെക്കാം. അടുത്താണ് റെഗുലർ ടെസ്റ്റ്. ഞാൻ പഠിച്ചാൽ പോരെ, എക്സാം എഴുതേണ്ട ആവശ്യമില്ല. എന്തിനാണ് എക്സാം എഴുതേണ്ടത്? ഇറ്റ്സ് ഫോർ ഇവാലുവേഷൻ. ആരെ? നിങ്ങളെ. ആർക്കാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തന്നെ. ടീച്ചർ എക്സാം നടത്തി, മാർക്ക് കുറഞ്ഞു, അത്
നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊക്കെ ഞാൻ പഠിച്ചതിൽ തെറ്റുകളുണ്ട്, ഞാൻ പഠിച്ചത് പോരാന്ന് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മാർക്ക് കുറഞ്ഞുകൊണ്ട് ടീച്ചറുടെ നിന്ന് ചീത്ത കേൾക്കും അങ്ങനെ ആലോചിച്ച് ഒരു പേടിയും വേണ്ട, അത് മാറ്റിവെക്കാം. നിങ്ങൾ ആലോചിക്കേണ്ട ഇത്ര മാത്രമാണ്. CBSE ബോർഡ് എക്സാം പാറ്റേണിലുള്ള ചോദ്യ പേപ്പറിൽ ഞാൻ ആൻസർ ചെയ്യുമ്പോൾ ആ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ ഗൈസ് ഞാൻ പഠിച്ച പ്രശ്നമുണ്ട്. അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആ കാണുന്ന പാഠം നിങ്ങൾ വീണ്ടും പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. ഓക്കെ, ഒരു എക്സാം ഉണ്ട് ഔട്ട് ഓഫ് 10 ആണെങ്കിൽ ഈ കാണുന്ന 10ൽ നിങ്ങൾക്ക് 10ഉം വാങ്ങാൻ സാധിക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ കാണുന്ന എക്സാം നിങ്ങൾക്ക് എന്താണ് 9 മാർക്സ് എങ്കിലും വാങ്ങാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. 9 മാർക്സിന് മിനിമം വേണം. അല്ലാത്ത പക്ഷം ആ ചാപ്റ്റർ പഠിച്ചു എന്നാലും പറയണ്ട. പഠിച്ചിട്ടില്ല. ഇനി ചോട്ട എക്സാം നടത്തി, അതിൽ 9 കിട്ടി, ഞാൻ പഠിച്ചോട്ടാ, അങ്ങനെ ചിന്തിക്കണ്ടേ. CBSE ബോർഡ് എക്സാമിന്റെ സെയിം പാറ്റേണിൽ CBSE ബോർഡ് എക്സാമിന്റെ സെയിം നിലവാരമുള്ള ഡിഫിക്കൽട്ട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ മാർക്ക് വാങ്ങണം. എന്നാൽ മാത്രമേ ആ ചാപ്റ്റർ ഞാൻ പഠിച്ചു എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെയാണ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു 10 ചാപ്റ്റേഴ്സിന് എക്സാം ഉണ്ടെന്ന് ചോദിക്കാം. ഞാൻ ഒരിക്കലും പറയില്ല 10 ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിച്ചുകൊണ്ട് എക്സാമിന് പോകണമെന്ന്. നിങ്ങൾ പഠിക്കുന്ന പാഠം വൃത്തിയിൽ പഠിക്കാം. ഞാൻ ഒരു പാഠം പഠിച്ചു വൃത്തിയിൽ പോവാ, അങ്ങനെയല്ല. 10 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 6-7 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് തറവായിട്ട് ഗംഭീര പഠിച്ചു. ആ കാണുന്ന 7 ചാപ്റ്റേഴ്സിലെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം കഴിയുമ്പോൾ ആ കാണുന്ന ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ള 3 ചാപ്റ്റർ പെൻഡിങ് അല്ലേ, നമ്മൾ വഴിയെ പഠിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന പാഠം ഏതാണോ ആ കാണുന്ന പാഠത്തിൽ ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആ കാണുന്ന പാഠത്തിൽ ഫുൾ കമാൻഡ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആ കാണുന്ന പാഠത്തിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ വേണം പഠിക്കാനായിട്ട്. അപ്പോൾ CBSE ബോർഡ് എക്സാമിന്റെ നിലവാരമുള്ള സെയിം എക്സാംസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. സൈലത്തിന്റെ ഏത് പരീക്ഷ നോക്കിയാലും, സൈലത്തിന്റെ യൂണിറ്റ് എക്സാം ആയിക്കോട്ടെ, യൂണിറ്റ് ടെസ്റ്റ് പേപ്പർ, ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ചാപ്റ്റേഴ്സ് എക്സാം, സൈലത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് അതായിക്കോട്ടെ, സൈലത്തിന്റെ മൊഡ്യൂൾ എക്സാമിനേഷൻ 4ഉം 5ഉം പാഠം കമ്പൈൻ ചെയ്തുകൊണ്ട് ഒന്നിച്ചുള്ള പരീക്ഷ, സൈലത്തിന്റെ മൊഡ്യൂൾ എക്സാമിനേഷൻ, പക്ക CBSE ബോർഡ് എക്സാം പാറ്റേണിലുള്ള പക്ക CBSE ബോർഡ് എക്സാം ഡിഫിക്കൽറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സൈലത്തിന്റെ റെഗുലർ എക്സാംസിൽ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സാംസ് ആണ് എഴുതേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അവസാനമായിട്ട് ദി കീ പോയിന്റ് ടു സക്സസ് ഇറ്റ്സ് നൺ അതർ ദാൻ റിവിഷൻ. നിങ്ങൾ റിയൽ നമ്പേഴ്സ് ഇപ്പോൾ പഠിച്ചു. ഇനി കുറെ ആൾക്കാരുണ്ട് റിയൽ നമ്പേഴ്സിന് തുറന്നു നോക്കുന്നത് ഇൻ ദി മന്ത് ഓഫ് ജനുവരി. മക്കളെ, പുതിയ പാഠം എങ്ങനെ പഠിക്കുന്നുവോ അതുപോലെ തന്നെ ഇരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്ന കോൺസെപ്റ്റ് പോലെ തന്നെ ഫീൽ ചെയ്യും. പകരം നിങ്ങൾ ഇടവേളകളിൽ വളരെ വ്യക്തമായിട്ട് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകണം. അവിടെയാണ് നിങ്ങളുടെ സ്കൂളിനകത്തുള്ള ടേം എക്സാമിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ടേം എക്സാം എല്ലാ മക്കളും വളരെ 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 സീരിയസ് ആയിട്ട് എടുക്കണം. ടേം എക്സാംസ്, നിങ്ങളുടെ സ്കൂൾസിലുള്ള ടേം എക്സാംസ് എല്ലാ മക്കളും എക്സ്ട്രീം സീരിയസ് ആയിട്ട് എടുക്കണം. ഈ കാണുന്ന ടേം എക്സാമിനകത്തുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഗംഭീരമായിട്ട് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കണം. ആ കാണുന്ന മാർക്കാണ് മക്കളെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിലേക്കുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. കാരണം ഞാൻ പഠിച്ചു കഴിഞ്ഞു, ആ കാണുന്ന പഠനം ഞാൻ റൈറ്റ് ട്രാക്കിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ടേം എക്സാംസ്. അതുപോലെ തന്നെ സൈലത്തിന്റെ മൊഡ്യൂൾ എക്സാംസ്, സ്കൂളിൽ ടേം എക്സാം ആണെങ്കിൽ സൈലത്തിനകത്ത് മൊഡ്യൂൾ എക്സാംസ് ആണ് ഉണ്ടാവുക. 4ഉം 5ഉം പാഠങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് ഉള്ള മൊഡ്യൂൾ എക്സാം. അത്തരത്തിലുള്ള എക്സാംസിൽ നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനത്തെ എക്സാംസിൽ നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു റൈറ്റ് ട്രാക്ക് ആണ്. ഇതിന് മാർക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും റിവൈസ് ചെയ്യണം, റിവൈസ് ചെയ്തിരിക്കണം, എക്സാം പഠിക്കണം. ഇനി കുറെ ആൾക്കാരുടെ ഡയലോഗ് ഉണ്ട്, ഞാൻ പഠിച്ചില്ല അതുകൊണ്ട് മാർക്ക് കിട്ടിയില്ല. എങ്ങനെ? ഞാൻ പഠിച്ചില്ല അതുകൊണ്ട് മാർക്ക് കിട്ടിയില്ല, ഞാൻ പഠിച്ചിരുന്നതിനോടല്ലോ എനിക്ക് മാർക്ക് കിട്ടിയാണ്. അങ്ങനെ പറയണ്ട, അതിന്റെ ആവശ്യമില്ല. പഠിച്ചില്ല മാർക്കില്ല, പഠിച്ചിരുന്നെങ്കിൽ മാർക്ക് പറയണ്ട. പഠിച്ചില്ലല്ലോ അതുകൊണ്ട് മാർക്കില്ല, കഴിയുക. നിങ്ങൾക്ക് തെളിയിക്കാനുള്ള അവസരമാണ് നിങ്ങളെ. ഒരുപാട് പേര് നിങ്ങളെ പുച്ഛിക്കുന്നുണ്ടാകും. നിങ്ങൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് നല്ല മാർക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാകും. ആ കാണുന്ന ഓരോരുത്തരോടും പറയാൻ പറ്റുന്ന മറുപടിയാണ് നമ്മുടെ മാർക്ക് ഷീറ്റ്. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഓരോ എക്സാംസ് മാത്രമേ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പറയുന്നു.
സൈലത്തിന്റെ മുഡൽ എക്സാം ആയിക്കോട്ടെ, സ്കൂൾ ടേം എക്സാം ആയിക്കോട്ടെ, യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, എല്ലാ മക്കളും അത്രമേൽ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഓരോ പരീക്ഷയും എഴുതണം. ആ കാണുന്ന ഓരോ എക്സാംസിലും നമുക്ക് എന്താണ് ഏറ്റവും മികച്ച സ്കോർ നേടണം. ഓരോ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ എല്ലാ പാഠവും റിവൈസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. റിപ്പീറ്റഡ് റിവിഷൻ ഗൈസ്, റിപ്പീറ്റഡ് വീണ്ടും റിവൈസ് ചെയ്യാം. ഇറ്റ് ഈസ് ദി കീ. അതാണ് കീ. അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ കഴിഞ്ഞു. ഹാർഡ് വർക്ക് ഒബ്വിയസ്ലി ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഫേസ്. നിർബന്ധമായിട്ടും ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ്, ഹാർഡ് വർക്ക്. ആൻഡ് സെക്കൻഡ് വർക്ക് ഏതെങ്കിലും ഇസ് ദ സ്മാർട്ട് വർക്ക്. ഇതാണ് നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്. ടൈം ടേബിൾ തയ്യാറാക്കണം. ടൈം ടേബിൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ടൈം ടേബിൾ തരാന്ന് പറഞ്ഞ ഒരു മെസ്സേജസ് എല്ലാം തന്നെ. അതായത് ഇപ്പോൾ ഇങ്ങനെ പറയും, സാർ ഇനി എക്സാമിന് 25 days ഉണ്ട്, ടൈം ടേബിൾ തരാൻ നോക്കും. നമ്മൾ കൊടുത്തു. അതേ കുട്ടി തന്നെ, സാർ എക്സാമിന് 15 days ഉണ്ട്, ടൈം ടേബിൾ തരോ. സാർ എക്സാം 10 days ഉണ്ട്, ടൈം ടേബിൾ തരോ. അങ്ങനെയല്ല. നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാണുന്ന ടൈം ടേബിളിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഒരിക്കലും ടൈം ടേബിൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പ്ലാൻസ് ഉണ്ടാകും. ലാസ്റ്റ് റിവിഷൻ പ്ലാൻ എങ്ങനെ പോകണം, ലാസ്റ്റ് 1 month എങ്ങനെ പഠിക്കണം എന്നുള്ള വളരെ റിവിഷൻ പ്ലാൻസ് എല്ലാം തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മളെന്താണ് ആ കാണുന്ന പ്ലാൻ മാറ്റാൻ പാടില്ല. കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കുക, കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ കാണുന്ന ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. മസ്റ്റ്. അതായത് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ആ കാണുന്ന ചാപ്റ്ററിനെ ഒരുപാട് സ്മോൾ പീസസ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഒരുപാട് ചെറിയ 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 പീസുകളാക്കി ഡിവൈഡ് ചെയ്തു. അതാണ് ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്സ് എന്ന ചാപ്റ്ററാണ് AP. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ APനെ പാർട്സ് ആക്കി. അത് സാധാരണ രീതിയിൽ പഠിക്കുന്ന സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങളുള്ള APയിലെ ബേസിക് തിങ് nth ടേമിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം ഫസ്റ്റ് ടോപ്പിക്. nth ടേമിന്റെ കുറച്ചും കൂടി ഹയർ ലെവൽ സെക്കൻഡ് പാർട്ട്. സം ഓഫ് n terms തേർഡ് പാർട്ട് ആൻഡ് ബേസിക്സ്. സം ഓഫ് n numbers ഡിഫിക്കൽട്ട് പ്രോബ്ലം ഫോർത്ത് പാർട്ട്. ഇങ്ങനെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് വളരെ കൂളായി എന്താണ് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാൻ സാധിക്കും. ആൻഡ് അവസാനം നമുക്ക് എന്താണ് ഈ ചാപ്റ്റർ കഴിയുന്നത് അതിന്റെ PYക്കും കൂടി കൊടുത്താണ് ചെയ്തു പോകും. ബസ്കരം 5 പാട്ട് കഴിക്കും. 5 പാട്ട് അവസാനിച്ചു. അടുത്തതാണ് വീക്കിലി ടാർഗറ്റ്. ഞാൻ ഈ കാണുന്ന വീക്ക് ഈ ചാപ്റ്ററിലെ ഇത്ര പാർട്ട് പഠിക്കും, ഇത്ര ഭാഗം പഠിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ PYക്കും ഉൾപ്പെടുത്താൻ ചെയ്തിരിക്കുമെന്ന് നിങ്ങളൊരു വീക്കിലി ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ കാണുന്ന വീക്കിലി ടാർഗറ്റ് ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യണം. ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞു, ഞാൻ വീക്കിലി ടാർഗറ്റ് മീറ്റ് ചെയ്തോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. അങ്ങനെ ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സിലബസ് നമുക്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എന്താ ആലോചിക്കുക, ഒരുപാട് മാസമുണ്ടല്ലോ, ഇനിയും കുറെ മാസമുണ്ടല്ലോ, ഇനി നമുക്ക് എന്താണ് ഏകദേശം ഒരു 7 മാസത്തോളുണ്ടല്ലോ. ആ കാണുന്ന 7 മാസം കൊണ്ട് പഠിക്കാനുള്ള സിലബസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അടുത്ത മാസം ആരംഭിക്കാം. അങ്ങനെ പാടില്ല. നമ്മൾ ടാർഗറ്റ് വെച്ചുകൊണ്ട് ഓരോ വീക്ക് ഞാൻ എന്തെല്ലാം പഠിക്കുമെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ഈ പറയുന്ന സമയത്തിനകത്ത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് അടുത്ത കാര്യം, ഈ സമയം ഏത് വിഷയം കൂടുതൽ പഠിക്കണം? കോൺസെപ്റ്റ് വൈസ് കൂടുതലുള്ള വിഷയമാണ് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. മാത്സും സയൻസുമാണ് കോൺസെപ്റ്റ് വൈസ് കൂടുതലുള്ളത്. കുറച്ച് പഠിക്കാനുണ്ട് കോൺസെപ്റ്റ് വൈസ്. ആ കാണുന്ന മാത്സും സയൻസിനും വേണം നിങ്ങൾ ഈ നിമിഷം കൂടുതൽ ടൈം അലോട്ട് ചെയ്യാനായിട്ട്. അവ ചോദിക്കും, SS വേണ്ട? വേണം, തീർച്ചയായിട്ടും വേണം. ഇംഗ്ലീഷിന് വേണ്ട? വേണം. ലാംഗ്വേജിന് വേണ്ട? വേണം. ഇത് 3 സമയം വേണം. പക്ഷേ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അത് മാത്സിനും സയൻസിനുമാണ്. ബിക്കോസ് ഇറ്റ് ഇസ് കോൺസെപ്റ്റ് ഓറിയന്റഡ്. ആ കാണുന്ന കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ then it's very easy. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ഇപ്പോൾ x = -b + or -√b² - 4ac whole divided by 2a എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓർമ്മ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇവൻ എപ്പോഴാണ് റാഷണൽ ആവുക എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. മക്കളെ, റാഷണൽ ആവണമെങ്കിൽ റൂട്ട് പോണം, റൂട്ട് പാടില്ല. അപ്പൊ റൂട്ട് പോണമെങ്കിൽ എന്താവണം? ഇവിടെയുള്ളവനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം. കാരണം √36 എത്രയാ? ഇറ്റ് ഈസ് സെയിം ആസ് 6. എന്തുകൊണ്ടാ? 36 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 36 പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റി? ഈ കാണുന്ന റൂട്ട് പോവും. ഇറ്റ് വിൽ ബി എ റാഷണൽ നമ്പർ. √3 എന്താ? അത് റാഷണലാ. എന്തുകൊണ്ടാ? ഇവനൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല.
അപ്പോൾ റൂട്ടിന്റെ ഉള്ളിൽ പെർഫെക്റ്റ് സ്ക്വയർ വരണം. അങ്ങനത്തെ വളരെ വളരെ മൈന്യൂട്ട് കോൺസെപ്റ്റുകളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കോൺസെപ്റ്റും പഠിക്കണം. എനിക്ക് വളരെ രസകരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ, then we can say that obviously alpha minus root beta will be also the solution. 2 plus root സൊല്യൂഷൻ ആണെങ്കിൽ 2 minus root 3 സൊല്യൂഷൻ ആയിരിക്കും അതിന്റെ കോൺസെപ്റ്റുകൾ. അങ്ങനെ ഓരോന്നിനും കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാ കോൺസെപ്റ്റും ഏറ്റവും മനോഹരമായ രീതിയിൽ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റും സൈലത്തിന്റെ മാത്സ് ഗൈഡിനകത്ത് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇങ്ങനെ ഓരോ കോൺസെപ്റ്റും ബിൽഡ് ചെയ്ത് ഈ സമയം നിങ്ങൾ പഠിക്കണം. എന്നാലാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ കോൺസെപ്റ്റും പഠിച്ച് തീർക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മൾ അങ്ങനെ ടൈം ടേബിൾ ഫിക്സ് ചെയ്തു. ദി സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് കൺസിസ്റ്റൻസി. എന്താണത് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല. പൊതുവെ ഇന്ന് പഠിച്ചു, ആവേശ പഠിച്ചു, നാളെയോ പഠിച്ചു, മറ്റന്നാളോ മറ്റന്നാൾ പഠിക്കണോ? വെള്ളിയാഴ്ചയല്ലേ, നമുക്ക് എന്താണ് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ശനി ഞായർ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫ്രീ റെസ്റ്റ് ചെയ്യാം. പാടില്ല. അവിടെ നഷ്ടപ്പെട്ടു നമ്മുടെ കൺസിസ്റ്റൻസി. ഞാൻ എല്ലാ ദിവസവും പഠിക്കും, എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇത്ര അവേഴ്സ് പഠിക്കുമെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യാം. പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക എന്നല്ല അർത്ഥം. പഠിക്കുക വിച്ച് മീൻസ് നിങ്ങൾ ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. അതാണ് എന്റെ മീനിങ്. ബുക്കിന്റെ മുമ്പിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് പഠനമല്ല. ഡോണ്ട് ഓവർ തിങ്ക്. ഒന്നും ചിന്തിക്കണ്ട, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, സോ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി പനി വന്നു, കുഴപ്പമില്ല, ടേക്ക് റെസ്റ്റ്. സംശയക്കാരത്തിന് പെട്ടെന്ന് റെസ്റ്റ് എടുത്ത് ആ കാണുന്ന പനിയെല്ലാം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം. എന്നാലാണ് നമുക്ക് വളരെ സുഖമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കണം. ആൻഡ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് തിങ്, ദി വെരി ഇമ്പോർട്ടന്റ് തിങ്, ബാക്ക്ലോഗ്സ്. ഞാൻ വീക്കിലി ടാർഗറ്റ് ഫിക്സ് ചെയ്തു. ഓക്കെ, ഞാനിന്ന് ഈ വീക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കും, ഫിസിക്സിനകത്തുള്ള ഇലക്ട്രിസിറ്റി പഠിക്കും, കെമിസ്ട്രിക്കകത്തുള്ള മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പഠിക്കും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് പഠിച്ചു കഴിഞ്ഞില്ല. അങ്ങനെയാവരുത്. നമ്മൾ പഠിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നമ്മൾ ടൈം സ്ലോട്ട് എല്ലാം തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ടൈം സ്ലോട്ടിൽ ഈ പറയുന്ന എല്ലാ പാഠങ്ങളും പഠിച്ചു തീർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിനകത്ത് ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ അസ്ത്ര ബാച്ചിന്റെ ക്ലാസ്സുകളൊന്നും തന്നെ ബാക്ക്ലോഗ് വരുത്താൻ വേണ്ടി പാടില്ല. ഒരിക്കലും ഒരു ബാക്ക്ലോഗ് വരുത്തരുത്. ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ ആ കാണുന്ന ക്ലാസ്സുകൾ ഇന്ന് അപ്പോൾ തന്നെ കണ്ടു തീർക്കുക. നോ ബാക്ക്ലോഗ്സ്. അതെല്ലാവരും വളരെ അധികം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരുപാട് ഡിസ്ട്രാക്ഷന് ചാൻസ് ഉള്ള ഒരു കാലഘട്ടമാണിത്. എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, യൂട്യൂബ് ഷോർട്സ് ഉണ്ടാവും, യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും. വേറെ അതൊക്കെ അൺനെസസറി നമുക്ക് ഡിസ്ട്രാക്ഷൻ ആണ്. ഇതിന് പുറമെ ഒരുപാട് ഫേക്ക് ന്യൂസുകളും എല്ലാം തന്നെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഫേക്ക് ന്യൂസിന്റെ പിന്നിലൊന്നും പോരുന്ന നാളെ സ്കൂൾ ഉണ്ടാവോ, നാളെ സ്കൂളില്ലേ, അയ്യോ നാളെ സ്കൂളുണ്ടോ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. 2 ബോർഡ് എക്സാം ഉണ്ട്, 2 ബോർഡ് എക്സാം എന്ത് പ്രശ്നമൊക്കെ ഉണ്ടാവും. 2 ബോർഡ് എക്സാം ഉണ്ട്, അത് ട്രൂത്താണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കാണുന്ന ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് ബോർഡ് എക്സാമിന് കേട്ടോ. ഫസ്റ്റ് ദി എക്സാമിനേഷൻ ഇൻ ദി മന്ത് ഓഫ് ഫെബ്രുവരി. ആ എക്സാമിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് ബോർഡ് എക്സാം ഇറ്റ്സ് എ ബോണസ്. അത് ബോണസ് ആണ്, അത് പിന്നീട് നമുക്ക് ആലോചിക്കാം. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ ഒറ്റ ബോർഡ് എക്സാം ഉള്ളൂ. ആ കാണുന്ന ബോർഡ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന മാസം എന്ന് പറഞ്ഞാൽ അത് ഫെബ്രുവരിയാണ്. മൈൻഡിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഡിസ്ട്രാക്ഷനും ഒന്നും ഉണ്ടാവരുത്. പലവരും പലതും പറയും, അതൊക്കെ മാറ്റിവെക്കാം. നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കാം. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് കളക്ടിങ് ബുക്സ്. ഇതൊരു ഹോബിയാണ്. ഹോബിയാണ്. ഒരു ബുക്ക് കണ്ടു, ആ ബുക്ക് വാങ്ങും. അടുത്ത ബുക്ക് കണ്ടു, ആ ബുക്ക് വാങ്ങും. വേറെ ബുക്ക് കണ്ടു, ആ ബുക്ക് വാങ്ങും. അതിന്റെ 3 ബുക്കും പഠിക്കോ? 3 ബുക്കും പഠിക്കില്ല. അതിന്റെ ആവശ്യമില്ല. ഒരു ബുക്ക് ഫോളോ ചെയ്യാം, ഒറ്റ ബുക്ക്. NCERT മാത്രം പോരാ. ട്രൂലി ഞാൻ പറയുന്നു, മാത്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ NCERT മാത്രം പോരാ. മാത്സ് മാത്രമല്ല, സയൻസ് ആയാലും NCERT മാത്രം പോരാ. NCERTക്ക് പുറമെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, നോ ഡൗട്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒരു ബുക്ക് ഫോളോ ചെയ്യണം. സൈലത്തിന്റെ ഗേറ്റ്സ് എല്ലാം തന്നെ എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് നമ്മുടെ മക്കൾ എല്ലാവരും പറയുന്നുണ്ട്. അത് ഈ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. എങ്ങനെയുണ്ട് സൈലം മെറ്റീരിയൽ എന്നെല്ലാം തന്നെ. സൈലത്തിന്റെ ക്ലാസ്സുകളായിക്കോട്ടെ, സൈലം മെറ്റീരിയൽ ആയിക്കോട്ടെ, എങ്ങനെയുണ്ടെന്ന് നിങ്ങളാണ് പറയേണ്ടത്. സൈലത്തിന്റെ അസ്ത്ര ബാച്ച് എത്ര പവർഫുൾ ആണെന്ന് സൈലത്തിന്റെ മക്കളാണ് പറയേണ്ടത്. സോ നിങ്ങൾ കുറെ ബുക്കുകൾ വാങ്ങാതെ ഒറ്റ ബുക്ക് വാങ്ങുക. ആ കാണുന്ന ബുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക.
അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. അവസാനമായിട്ട് റൂമേഴ്സ് എക്സാം മാറ്റിവെക്കും. എപ്പോഴും ഉണ്ടാവുന്ന എക്സാം മാറ്റിവെക്കും, എക്സാം ടൈം ടേബിൾ വന്നു എന്നൊക്കെ പറഞ്ഞ് റൂമേഴ്സ് അതിനെ ആരംഭിക്കും. അങ്ങനത്തെ റൂമേഴ്സിന്റെ പിന്നിലൊന്നും പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാം. നിങ്ങൾക്കുള്ള എല്ലാ അപ്ഡേറ്റും ഞങ്ങൾ അറിയിക്കും ഈ ചാനലിലൂടെ. അത് കൃത്യമായിട്ട് കാണുക, ഗംഭീരമാക്കി മനസ്സിലാക്കുക. അത് മാത്രം മതി കേട്ടോ. അല്ലാതെ കുറെ സംഭവം ഉണ്ടല്ലോ, അയ്യോ എക്സാം മാറ്റിവെക്കാൻ വേണ്ടി പോവാണ്, എക്സാം ഉണ്ടാവില്ല, എലക്ഷൻ ആണ് അതുകൊണ്ട് മാറ്റിവെക്കും, ഇങ്ങനെ കുറെ ഫേക്ക് ന്യൂസുകൾ വരും. ഒരാളും അതിന്റെ പിന്നിൽ പോരുത്. ഓക്കെ, സോ ഇങ്ങനെ ഇതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കൺസിസ്റ്റൻസി ഇറ്റ്സ് ദി കീ, റിവിഷൻ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ രണ്ട് കാര്യം കൂടി എല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഓരോ ടൈം ടേബിളും ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. സോ എല്ലാ മക്കളും തയ്യാറാവണം. എല്ലാ മക്കളും ഈ നിമിഷം മുതൽ പഠിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുമെന്ന് ഉറപ്പ് തരണം. നമ്മൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ 95% പ്ലസ് എന്ന് പറയുന്ന വലിയൊരു മാർക്കിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. സൈലത്തിന്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ഏത് വിദ്യാർത്ഥി ഉണ്ടെങ്കിലും എല്ലാവരും പെട്ടെന്ന് വിളിക്കുക 9995400800. സൈലത്തിന്റെ അസ്ത്ര ബാച്ചിലെ സെക്കൻഡ് മൊഡ്യൂൾ തീരാറായിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ എക്സാമിന്റെ അനൗൺസ്മെന്റും അതിന്റെ ടൈം ടേബിളും എല്ലാമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും വരും. ഓരോ എക്സാമിന്റെയും ഇമ്പോർട്ടൻസ് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്. അത് ചാപ്റ്റേഴ്സ് എക്സാം ആയിക്കോട്ടെ, അത് മൊഡ്യൂൾ എക്സാം ആയിക്കോട്ടെ, ടേം എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആയാലും ഇറ്റ്സ് ഹൈലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാ മക്കളും വളരെ ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ, ഒരുപാട് സമയമുണ്ടെന്ന് കരുതരുത്. 7 മാസമുണ്ടല്ലോ എന്ന് കരുതരുത്. നമ്മൾക്കിനി 7 മാസം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. ജസ്റ്റ് 7 months, ജസ്റ്റ് 7. ഓക്കെ, സോ ഗൈസ് റെഡിയാണ്? പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണ്? നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ പറയുന്ന പ്ലാനുകൾ ഫോളോ ചെയ്യുക, ഞങ്ങളുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. CBSE ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നതായി പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് AK from Xylem Learning. താങ്ക് യു.